നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഹാമിൽറ്റേനിയൻ ഗ്രാഫ് ആണ്. എ ഗ്രാഫ് ദാറ്റ് കണ്ടെയ്ൻസ് ഹാമിൽറ്റേനിയൻ സൈക്കിൾ ഈസ് കോൾഡ് ആസ് എ ഹാമിൽറ്റേനിയൻ ഗ്രാഫ്. അപ്പോൾ ഹാമിൽറ്റേനിയൻ സൈക്കിൾ എന്താണെന്ന് വെച്ചാൽ എ സൈക്കിൾ ദാറ്റ് വിസിറ്റ്സ് ഈച്ച് വെർട്ടെക്സ് എക്സാക്ട്ലി വൺസ് എക്സെപ്റ്റ് ദ സ്റ്റാർട്ടിംഗ് ആൻഡ് എൻഡിങ് വെർട്ടെക്സ്. ടെർമിനൽ വെർട്ടീസസ് ഒഴിച്ച് ബാക്കി എല്ലാ വെർട്ടെക്സിനെയും എക്സാക്ട്ലി വൺസ് വിസിറ്റ് ചെയ്ത് വരയ്ക്കുന്ന സൈക്കിളിനെയാണ് ഹാമിൽറ്റേനിയൻ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ആൻഡ് ദാറ്റ് ഹാമിൽറ്റേനിയൻ സൈക്കിളുള്ള ഗ്രാഫിനെയാണ് ഹാമിൽറ്റേനിയൻ ഗ്രാഫ് എന്നും വിളിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കൊരു ടേമും കൂടി അറിയണം, ഹാമിൽറ്റേനിയൻ പാത്ത് എന്താണെന്ന്. The path that visits each vertex of the graph exactly once is called as a Hamiltonian path. ആൻഡ് ഈ ഹാമിൽറ്റേനിയൻ പാത്ത് ഉള്ള ഗ്രാഫിനെ നമ്മൾ ട്രേസബിൾ ഗ്രാഫ് എന്നും വിളിക്കാറുണ്ട്. ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. V1 E1 V2 E2 V3 E3 V1 ഇങ്ങനെയാണ് ഈ ഗ്രാഫിൻ്റെ പാത്ത് വന്നിട്ടുള്ളത്. ആൻഡ് ഇതൊരു സൈക്കിളാണ്. V1-ൽ നിന്ന് V1-ലേക്ക് മാത്രമാണ്, അതായത് ടെർമിനൽ വെർട്ടീസസ് മാത്രമാണ് സെയിം, ബാക്കി എല്ലാ വേർട്ടെക്സിനെയും വിസിറ്റ് ചെയ്തിരിക്കുന്നത് എക്സാക്ട്ലി വൺസ് ആണ്. സോ നമുക്ക് പറയാം ഇതൊരു ഹാമിൽറ്റേനിയൻ സൈക്കിളാണ് ആൻഡ് ദിസ് ഗ്രാഫ് ഈസ് എ ഹാമിൽറ്റേനിയൻ ഗ്രാഫ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ്, ചെക്ക് വെദർ ദ ഫോളോയിങ് ഗ്രാഫ് ഈസ് ഹാമിൽറ്റേനിയൻ ഓർ നോട്ട്. തന്നിരിക്കുന്ന ഗ്രാഫ് ഹാമിൽറ്റേനിയൻ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്ത് പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള വേർട്ടെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഇവിടെ ഞാൻ V3 എന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. V3 E3 V4 E4 V5 E6 V6 E7 V7 E1 V2 E2 വീണ്ടും V3യിലേക്ക് എത്തി. ഇതാണ് സൈക്കിൾ. നമുക്കിത് നോക്കുമ്പോൾ ഇതൊരു സൈക്കിളാണ്. ഈച്ച് വേർട്ടെക്സിനെ എക്സാക്ട്ലി വൺസ് ആണ് വിസിറ്റ് ചെയ്തിരിക്കുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ആസ് ദ ഗ്രാഫ് കണ്ടെയ്ൻസ് എ ഹാമിൽറ്റേനിയൻ സൈക്കിൾ ദ ഗിവൻ ഗ്രാഫ് ഈസ് എ ഹാമിൽറ്റേനിയൻ ഗ്രാഫ്. എല്ലാ എഡ്ജസിനെയും വിസിറ്റ് ചെയ്യണം എന്ന് നിർബന്ധമില്ല. വേർട്ടെക്സിനെ എക്സാക്ട്ലി വൺസ് മാത്രമേ വിസിറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്, എവരി കംപ്ലീറ്റ് ഗ്രാഫ്സ് ആർ ഹാമിൽറ്റോണിയൻ. കാരണം എന്താണ്, അതിൽ നിന്ന് എല്ലാ വേർട്ടീസസിലേക്കും കണക്ഷൻ പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് വൺസ് വെച്ചിട്ട് ഒരു സൈക്കിൾ ഫോം ചെയ്യാനായിട്ട് പറ്റും. ദെർഫോർ എവരി കംപ്ലീറ്റ് ഗ്രാഫ് ഈസ് ഹാമിൽറ്റേനിയൻ. അതുപോലെ ഓൾ സൈക്കിൾസ് ആർ ഹാമിൽറ്റേനിയൻ. ഇപ്പോൾ ഈ തന്നിരിക്കുന്ന എക്സാമ്പിളിൽ V1 E1 V2 അതേപോലെ E2 V3 E3 V4 E4 V5 E6 V6 E7 വീണ്ടും V1. ഇതൊക്കെ ഒരു സൈക്കിളാണ്. സോ എല്ലാ സൈക്കിൾസും ഹാമിൽറ്റേനിയൻ ആയിരിക്കും. കാരണം എന്താണ്, ഹാമിൽറ്റേനിയൻ സൈക്കിൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഹാമിൽറ്റേനിയൻ ഗ്രാഫ് ആവൂ. ഈ രണ്ട് കാര്യങ്ങളും കൂടെ നോട്ട് ചെയ്യണം. പിന്നെ നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു റിസൾട്ടാണ്. ആ റിസൾട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ G be a simple graph with n greater than or equal to 3 vertices. ഒരു ഗ്രാഫിൻ്റെ അകത്തുള്ള നമ്പർ ഓഫ് വെർട്ടീസസ് 3യോ അതിൽ കൂടുതലോ ആണെങ്കിൽ നമ്മളിപ്പോൾ വിചാരിക്കുക അതിലുള്ള ഏതെങ്കിലും രണ്ട് വേർട്ടീസസ് ആണ് യുവും വിയും എന്ന്, എങ്കിൽ ഡിഗ്രി ഓഫ് യു പ്ലസ് ഡിഗ്രി ഓഫ് വി വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n, ദെൻ G ഈസ് ഹാമിൽറ്റേനിയൻ. അതായത് ഞാൻ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഗ്രാഫിൻ്റെ നമ്പർ ഓഫ് വേർട്ടീസസ് n ആണ്, അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3, 3ഓ അതിൽ കൂടുതലോ വേർട്ടീസസ് ഉണ്ടെന്ന് വിചാരിക്കുക ആ ഗ്രാഫിൽ. അങ്ങനെയാണെങ്കിൽ അതിൽ ഏതെങ്കിലും രണ്ട് വേർട്ടീസസ്, ലെറ്റ് us assume u and v, then degree of u plus degree of v will be greater than or equal to n. That is number of edges incident on u and incident on v's sum will be greater than or equal to n ആണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ we can say that the graph is a Hamiltonian graph. ഓക്കെ അല്ലേ? ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് രണ്ട് തിയറം കൂടെ നമുക്കുണ്ട്. ആ തിയറം നമുക്ക് നെക്സ്റ്റ് ഇതിൽ പഠിക്കാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ നോക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരു കംപ്ലീറ്റ് ഗ്രാഫാണ്, അതിന് n വെർട്ടീസസ് ഉണ്ടെങ്കിൽ ആൻഡ് ഇഫ് ദാറ്റ് ദ നമ്പർ ഓഫ് വെർട്ടീസസ് ഈസ് odd which is greater than or equal to 3, അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ നമ്പർ ഓഫ് എഡ്ജ് ഡിസ്ജോയിൻറ്റ് ഹാമിൽറ്റേനിയൻ സൈക്കിൾസ് എന്ന് ചോദിക്കാം. അങ്ങനെ പറയുകയാണെങ്കിൽ വി യൂസ് ദ ഇക്വേഷൻ n-1 ഡിവൈഡഡ് ബൈ 2. അതായത് ഒരു ഗ്രാഫുണ്ട്, അതിന് ഒരു കംപ്ലീറ്റ് ഗ്രാഫാണ്, n ആണ് നമ്പർ ഓഫ് വെർട്ടീസസ്, അതൊരു ഓഡ് നമ്പർ ആണെന്ന് വിചാരിക്കുക, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. Then the question is find the number of edge disjoint Hamiltonian cycles. The equation we use is n-1 by 2. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി രണ്ട് തിയറം കൂടി ഉണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.